ഹരി ഓം. ദശക 70 ശ്ലോകം 5. ദിനേഷു ച സുഹൃജ്ജനൈ സഹ വനേഷു ലീലാപരം മനോഭവമനോഹരം രസിതവേണുനാദാമൃതം ഭവന്തമരീദൃശാമൃതപാരണാദായിനം വിചിന്യ കിമുനാലപൻ വിരഹതാപിതാ ഗോപികാഃ. പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം. ദിനേഷു ച സുഹൃദ് ജനൈഹി സഹ, സുഹൃദ് ജനൈഹി സഹ, സുഹൃജ്ജനൈഹി സഹ വനേഷു ലീലാപരം. ദിനേഷു ച സുഹൃജ്ജനൈ സഹ വനേഷു ലീലാപരം. മനോഭവ മനോഹരം, മനോഭവ മനോഹരം രസിത വേണു നാദ അമൃതം, നാദാമൃതം, രസിത വേണുനാദാമൃതം. മനോഭവ മനോഹരം രസിത വേണുനാദാമൃതം ഭവന്തം അമരീദൃശാം, ഭവന്തം അമരീദൃശാം അമൃത പാരണാദായിനം, അമൃതപാരണാദായിനം. ഭവന്തം അമരീദൃശാം അമൃതപാരണാദായിനം വിചിന്യ കിമു ന ആലപൻ, നാലപൻ, ന ആലപൻ നാലപൻ. വിരഹ താപിതാഃ ഗോപികാഃ, വിരഹ താപിതാ ഗോപികാഃ. വിചിന്യ കിമു നാലപൻ വിരഹ താപിതാ ഗോപികാഃ. ദിനേഷു ച സുഹൃജ്ജനൈ സഹ വനേഷു ലീലാപരം മനോഭവമനോഹരം രസിതവേണുനാദാമൃതം ഭവന്തമരീദൃശാമൃതപാരണാദായിനം വിചിന്യ കിമുനാലപൻ വിരഹതാപിതാ ഗോപികാഃ. ശ്ലോകം 5 അന്വയവും അർത്ഥവും. ഇതിൽ ഈ ശ്ലോകം 5 ഗോപികളുടെ വിലാപമാണ് വർണ്ണിക്കുന്നത്. ചില രാവിലെ തന്നെ ഭഗവാൻ ഇടയക്കുട്ടികളുമായിട്ട് വനത്തിൽ പകൽ മുഴുവൻ വിഹരിക്കുമ്പോൾ ഈ ഗോപികമാരുടെ മാനസിക അവസ്ഥ എന്തായിരുന്നു എന്നാണ് കാണിക്കുന്നത്. ദിനേഷു ച സുഹൃജ്ജനൈഹി സഹ വനേഷു ലീലാപരം മനോഭവ മനോഹരം രസിത വേണുനാദാമൃതം അമരീദൃശാം അമൃതപാരണാദായിനം ഭവന്തം വിചിന്യ വിരഹതാപിതാഃ ഗോപികാഃ കിമു ന ആലപൻ. ദിനേഷു, ദിനേഷു ദിനേഷു ച പകൽ മുഴുവനും സുഹൃജ്ജനൈഹി ഇഷ്ടന്മാരോട് കൂടിയിട്ട്, സുഹൃത്തുക്കളോട് കൂടിയിട്ട് വനേഷു ലീലാപരം കാടുകളിൽ കളിയാടുന്ന മനോഭവ മനോഹരം കാമസുന്ദരനും കാമദേവനേക്കാളും സുന്ദരനായിട്ടുള്ള മനോഹരനായിട്ടുള്ള കാമസുന്ദരനും. ദിനേഷു ച സുഹൃജ്ജനൈഹി സഹ വനേഷു ലീലാപരം മനോഭവ മനോഹരം. പകൽ മുഴുവനും ഇഷ്ടന്മാരായുള്ള കൂട്ടുകാരുമായി കൂടിയിട്ട് കാടുകളിൽ കളിയാടുന്ന കാമസുന്ദരനും. രസിത വേണുനാദാമൃതം, രസിത വേണുനാദാമൃതം ഓടക്കുഴലിൽ നിന്ന് വരുന്ന രസിത വേണുന, സാധാരണ ചുമ്മാ ഊതുകല്ല, ഓടക്കുഴലിൽ നിന്ന് മധുരമായ നാദമൊഴുക്കുന്നവനും. രസിത വേണുനാദാമൃതം അമരീദൃശാം ദേവസ്ത്രീകളുടെ കണ്ണുകൾക്ക്, അമരീദൃശാം ദേവസ്ത്രീകളെയാണ് അമരീദൃശാം എന്ന്, ദേവസ്ത്രീകളുടെ കണ്ണുകൾക്ക്. അമരീദൃശാം അമൃതപാരണാദായിനം ഭവന്തം ദേവസ്ത്രീകളുടെ കണ്ണുകൾക്ക് അമൃതപാനം നൽകിക്കൊണ്ടിരിക്കുന്നവനുമായ ഭവന്തം നിന്തിരുവടിയെ. ഈ ദേവസ്ത്രീകളെ നമുക്ക് ബാക്കിയുള്ളവർക്ക് കാണാൻ പറ്റില്ല, അവർക്ക് ഭഗവാനെ കാണാം. അപ്പോൾ അങ്ങനെ അവർ അവിടെ ഇരുന്ന് നോക്കി, സ്വർഗത്തിലിരുന്ന് നോക്കി രസിക്കുകയാണ് ഭഗവാന്റെ ലീലകൾ ഓരോന്നും. അമരീദൃശാം അമൃതപാരണാദായിനം ഭവന്തം ദേവസ്ത്രീകളുടെ കണ്ണുകൾക്ക് അമൃതപാനം നൽകിക്കൊണ്ടിരിക്കുന്നവനുമായ നിന്തിരുവടിയെ. വിചിന്യ ഓർത്തോർത്ത് വിരഹതാപിതാഃ അങ്ങയുടെ വേർപാടിൽ വിഷമിക്കുന്ന സങ്കടപ്പെടുന്ന ഗോപികാഃ ഗോപികൾ കിമു ന ആലപൻ
എന്തെന്തു പറഞ്ഞ് വിലപിക്കുകയുണ്ടായില്ല. എന്നുവെച്ചാൽ പലതും പലതും പറഞ്ഞ് വിലപിച്ചു. അപ്പോൾ ഭഗവാൻ രാവിലെ തന്നെ ആ ഇടയക്കുട്ടികളുമായിട്ട് ആ സുഹൃത്തുക്കളുമായിട്ട് കാട്ടിലേക്ക് പോകും, വൃന്ദാവനത്തിലേക്ക് പോവുകയാണ്. പിന്നെ സന്ധ്യ ആവുമ്പോഴേ തിരിച്ചു വരികയുള്ളൂ. അപ്പോൾ ഈ ഗോപികമാർക്ക് കാണാൻ കിട്ടുന്ന സമയം വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ രാവിലെ ഭഗവാൻ ഈ പോകുന്ന സമയം അവർ നോക്കി നിൽക്കും. ആ ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് ദൂരെ മറയുന്നിടം വരെ, കണ്ണിൽ നിന്ന് മറയുന്നത് വരെ നോക്കി നിൽക്കും. അതുപോലെ തന്നെ ആ തിരിച്ചു വരുന്ന സമയത്ത് അവർ കാത്തു നിൽക്കും. വരാറാവുമ്പോഴത്തേനും കാത്തു നിൽക്കും ഭഗവാനെ, ആ കൃഷ്ണനെ ഒന്ന് കാണുവാൻ വേണ്ടിയിട്ട്. ആ കാമദേവനേക്കാളും അതിമനോഹരനായ ഉണ്ണികൃഷ്ണനെ ഒന്ന് കാണാൻ സാധിക്കുന്നില്ലല്ലോ. ഇടയക്കുട്ടികളായ കൂട്ടുകാരുടെ ഭാഗ്യം, അവർക്ക് ആ ഭഗവാന്റെ കൂടെ നടന്ന് ആ വേണുഗാനം ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്കത് സാധിക്കുന്നില്ലല്ലോ. ആ ദേവസുന്ദരിമാർ, ആ വിദ്യാധരിമാർ, ആ ഗന്ധർവികൾ, ഇവരൊക്കെ ആകാശത്തിൽ ശരീരമില്ലാതെ വന്ന് നിന്നിട്ട് ഭഗവാനെ ഇങ്ങനെ നോക്കി ആസ്വദിക്കുകയാണ്. അവരെ ആരും തന്നെ കാണുന്നുമില്ല. അപ്പം അവർ ആ ഭഗവാനെ നോക്കുന്നത്, കാണുന്നത് ആ അമൃതം കുടിക്കുന്നതിന് തുല്യമാണ്. അപ്പം അങ്ങനെ ആ അമൃതത്തിനെ നൽകുന്ന ഈ ഭഗവാനെ ഞങ്ങൾക്കൊന്ന് നേരെ കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് വീണ്ടും വീണ്ടും അവർ ചിന്തിച്ച് അവർ വിഷമിക്കുകയാണ്. ആ ഭാഗവത്തിൽ പറയുന്നു, ആ ഭഗവാന് പോയി കഴിഞ്ഞാൽ ഈ ഗോപികമാർ ഭഗവാന്റെ ലീലകളെക്കുറിച്ച് പാട്ടുപാടുകയും കരയുകയും ഒക്കെ ചെയ്യും. ആ ഭഗവാന്റെ ആ വിരഹത്തിൽ എന്താണോ തങ്ങൾക്ക് കിട്ടേണ്ടത് അത് കിട്ടാത്തതിലുള്ള സങ്കടം, ആ ഭഗവാനെ അവർക്ക് മുഴുവൻ സമയം അടുത്ത് കിട്ടുന്നില്ലല്ലോ എന്നുള്ള ആ സങ്കടം, ആ ഉണ്ണിക്കണ്ണനെ, അപ്പോൾ ആ ഉണ്ണികൃഷ്ണനെ കിട്ടാത്തതിലുള്ള ആ സങ്കടം, അതാണ് ഈ ഗോപീവിലാപം. ദിനേഷു ജസുഹൃജ്ജനൈ സഹവനേഷു ലീലാപരം മനോഭവമനോഹരം രസിതവേണുനാദാമൃതം ഭവന്തമരീദൃശാമൃതപാരണാദായിനം വിചിന്യ കിമുനാലപൻ വിരഹതാപിതാ ഗോപികാഃ.